തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം ഏറെ ശ്രദ്ധ നേടിയ ഒന്നായി മാറിയിരിക്കുകയാണ്. UDF പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഗോവിന്ദൻ മാഷ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് മണ്ഡലത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ്. ജനങ്ങളുടെ ശക്തമായ പിന്തുണയോടെ നേടിയ ഈ വിജയത്തിന് പിന്നിലെ കാരണങ്ങളും മുന്നോട്ട് കാണുന്ന വികസന ദിശയും അറിയാൻ ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ഗോവിന്ദൻ മാഷാണ്. മാഷേ, ഒരു വലിയൊരു വിജയമാണ് മാഷ് നേടിയിരിക്കുന്നത്. ആ ഒരു വിജയത്തിൽ എങ്ങനെയാണ് കാണുന്നത്? നമുക്ക് വലിയ വിജയമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. ആ വിജയം CPMലെ തെറ്റായ പ്രവണതകളെ തിരുത്തണം എന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നതാണ് ഈ വിജയത്തിൻ്റെ അടിസ്ഥാനം. ജനങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം CPM ഇന്ന് തെറ്റായ വഴിയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഉണ്ടാവേണ്ടുന്ന ഉൾപാർട്ടി ജനാധിപത്യം എന്നത് തീർത്തും ഇല്ലാതാക്കിക്കൊണ്ട് ചില ആളുകൾ തീരുമാനിക്കുന്നതാണ് പാർട്ടി തീരുമാനം എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കുന്ന രീതിയാണ് ഇപ്പോൾ സമീപകാലത്ത് CPMൽ ഉണ്ടാകുന്നത്. അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് തളിപ്പറമ്പിൽ. പാർട്ടിയിലെ എല്ലാ ഘടകങ്ങളും എതിർത്തിട്ടും തൻ്റെ ഭാര്യയെ തന്നെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയായി അടിച്ചേൽപ്പിക്കുകയാണ് CPM തളിപ്പറമ്പിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിനെയാണ് ഞാൻ ചോദ്യം ചെയ്തത്. ഞാൻ മാത്രമല്ല, പാർട്ടിയിലുടനീളം ഇതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ മാത്രമാണ് അതിനെതിരെ പരസ്യമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ നിലപാടിനോട് തളിപ്പറമ്പിലെ പാർട്ടിയും ജനങ്ങളും എൻ്റെ നിലപാടിനോടൊപ്പം നിൽക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത്. നമുക്കിപ്പോൾ നിലവിൽ ഇതിപ്പോൾ ഒരു UDFൻ്റെ വിജയമായിട്ട് കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ മാഷിൻ്റെ വ്യക്തിപരമായിട്ടുള്ള വിജയമായിട്ട് ഏത് രീതിയിൽ നമുക്ക് അല്ല, UDFൻ്റെ പിന്തുണയോട് കൂടിയിട്ടാണ് ഞാൻ മത്സരിച്ചത്. അപ്പോൾ സ്വാഭാവികമായി UDFൻ്റെ സ്വാധീനം ഈ വിജയത്തിലുണ്ട്. അതിന് പുറമെ ഞാൻ ഉയർത്തിപ്പിടിച്ച ആശയത്തിന് എന്നോടൊപ്പം നിൽക്കുന്ന പാർട്ടിയിലെ സഖാക്കളുണ്ട്. അതിന് പുറമെ മറ്റ് ഒരു പാർട്ടിയിലും പെടാത്ത ആളുകളുണ്ട്, ഡോക്ടർമാർ, അതുപോലത്തെ അത്തരം തലങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന നിരവധി ആളുകൾ എനിക്ക് പിന്തുണയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അത് ഞാൻ ഉയർത്തിപ്പിടിച്ച ആശയത്തിന് ഉള്ള സപ്പോർട്ടാണ്. അതുകൊണ്ട് അവരാഗ്രഹിക്കുന്നത് ഞാൻ എടുത്ത നിലപാട് ശരിയാണെന്നും ആ നിലപാട് വിജയിക്കണമെന്നും ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹത്തിൻ്റെ ഫലമാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം. അപ്പോൾ നമുക്ക് ഇനി ഒരു MLA ആയിട്ട് മാറുമ്പോഴും നമ്മളത് UDF തന്നെയാണ് മാഷിനെ ഇനി പാർട്ടിയിലേക്ക് കടക്കുമ്പോൾ, ഇപ്പോൾ ഒരു സ്വതന്ത്രനായിട്ടാണ് ഇനി ഒരു പാർട്ടിയിലേക്ക് കടക്കുമ്പോൾ ഒരു UDFൻ്റെ ഒരു അല്ല, ഞാൻ UDF പിന്തുണക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായി ഞാൻ UDFൻ്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുക. കാരണം UDF ആണല്ലോ എനിക്ക് പിന്തുണ നൽകിയത്. ഞാൻ നിൽക്കുമ്പോൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ എനിക്ക് പിന്തുണ ആര് തന്നാലും സ്വീകരിക്കുന്ന ഞാൻ പറഞ്ഞു. അതിൽ പിന്തുണ തരാൻ മുന്നോട്ട് വന്ന UDF ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് UDFൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നിൽക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മലപ്പട്ടത്ത് വരെ മാഷിന് വോട്ട് നൽകിയ ഒരുപാട് ആൾക്കാരുണ്ട്. അതിപ്പം CPIMലെ ആൾക്കാർ വരെ തന്നിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് വലിയൊരു സംഭവമായിട്ട് കാണാൻ പറ്റും. തീർച്ചയായിട്ടും അത് ഒരു മലപ്പട്ടത്ത് UDFും LDFും, അതായത് എനിക്ക് കിട്ടിയ വോട്ട് LDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടും തമ്മിൽ 600 ചില്ലറ വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളത്. മലപ്പട്ടത്തെ നമ്മുടെ പാർട്ടിയുടെ ഏറ്റവും ശക്തി കേന്ദ്രമെന്ന് നാം അവകാശപ്പെടുന്ന നമ്മുടെ മലപ്പട്ടത്ത് LDFും UDFും തമ്മിലുള്ള വ്യത്യാസം 600 ചില്ലറ വോട്ടായി ചുരുങ്ങി. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം മലപ്പട്ടത്തെ CPMനകത്തുള്ള CPM അനുഭാവികൾ, CPM മെമ്പർമാർ, അതുപോലെ തന്നെ CPMൻ്റെ പ്രവർത്തകന്മാർ, ഇവരെല്ലാം എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇത്രയും വോട്ട് മലപ്പുറത്ത് എനിക്ക് കിട്ടില്ല. UDFൻ്റെ മാത്രം വോട്ടാണെങ്കിൽ ഇത്രയും വോട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് CPMൻ്റെ ആളുകൾ പോലും എനിക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. അവരും ഞാൻ ഉയർത്തിപ്പിടിച്ച ആശയം വിജയിക്കണം എന്നാണ് അവരും ആഗ്രഹിച്ചത്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റവും കൂടുതൽ മാഷിനെ ആകർഷിച്ച ഒരു ജനങ്ങളുടെ ഒരു പ്രതികരണം ഉണ്ടാവുമല്ലോ, അതിപ്പോൾ എങ്ങനെയാണ് കാണാൻ പറ്റുമോ? അല്ല, ഞാൻ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്നപ്പോൾ തന്നെ ജനങ്ങൾ വലിയ ആവേശത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് UDFൻ്റെ അണികൾ, മുസ്ലിം ലീഗ്, കോൺഗ്രസ് എല്ലാമായിട്ടുള്ള UDFൻ്റെ അണികൾ വലിയ ആവേശത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത്. അവർ പറഞ്ഞത് അവരുടെ ചരിത്രത്തിൽ ഇത്രയും വലിയ ആവേശം UDF അണികൾക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ UDF അണികളിൽ ഉണ്ടായിട്ടുള്ള ആവേശവും അതുപോലെ തന്നെ CPM എടുത്ത നിലപാടിനോടുള്ള CPMലെ നിഷേധ വോട്ടുകളും എല്ലാം ചേർന്നപ്പോഴാണ് എനിക്ക് ഈ വിജയം ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇതിൽ നിന്ന് പാഠം പഠിക്കേണ്ട CPM ആണ്. UDFൻ്റെ വോട്ട് മാത്രം ഉണ്ടായാൽ തളിപ്പറമ്പിൽ UDF സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ കഴിയില്ല. എന്നാൽ ഈ നയത്തിനെതിരെ CPM സ്വീകരിച്ച നിലപാടിനെതിരെ രംഗത്ത് വന്നപ്പോൾ ആ നിലപാട് അംഗീകരിക്കുന്ന, അതിനോട് യോജിപ്പുള്ള വലിയൊരു വിഭാഗം സഖാക്കൾ എനിക്ക് വോട്ട് ചെയ്തു. അങ്ങനെയാണ്
എനിക്ക് 12,500 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഗോവിന്ദൻ മാഷ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റുന്നത്, മാഷിനെ ആ രീതിയിൽ കാണുന്നത് ഇപ്പോൾ എന്തെങ്കിലും പ്രയാസമായി തോന്നുന്നുണ്ടോ? ഇല്ല, ഞാൻ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റാണ്. ഈ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത് ഒരു CPM മെമ്പറായാലേ കമ്മ്യൂണിസ്റ്റ് ആവുമെന്ന് ഒരു പുസ്തകത്തിലും പറഞ്ഞിട്ടില്ല. നിരവധി കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, അവരൊന്നും CPM മെമ്പർമാരല്ല. നിരവധിയായ ആളുകൾ കമ്മ്യൂണിസ്റ്റ് ആശയം വെച്ച് പുലർത്തി കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം അംഗീകരിക്കുകയും അത് കമ്മ്യൂണിസ്റ്റ് ജീവിത ക്രമത്തിന് ജീവിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരാ കമ്മ്യൂണിസ്റ്റ്. ആ നിലയ്ക്ക് നോക്കിയാൽ ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റായിട്ട് തന്നെയാണ് ജീവിക്കുക, ഞാനൊരു കമ്മ്യൂണിസ്റ്റായിട്ട് തന്നെയാണ് മരിക്കുക. അതിന് പാർട്ടി മെമ്പർ ആവണമെന്ന് ഇല്ല. ഞാൻ പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക, കമ്മ്യൂണിസ്റ്റ് ജീവിത ശൈലികൾ തുടരുക, ഇതാണൊരു കമ്മ്യൂണിസ്റ്റുകാരൻ. ഞാൻ അത്തരത്തിലാണ് ജീവിക്കുക. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു വാർത്ത കിട്ടുന്നുണ്ടാവും, പിണറായി വിജയൻ്റെ മകൻ ഗുരുവായൂർ പോയി പ്രാർത്ഥന നടത്തി. ഞാൻ പറയുന്നത് അത് പിണറായിയുടെ മകൻ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന്, മകൻ അങ്ങനെ ചെയ്യാം, മകനും ഭാര്യയ്ക്കും എല്ലാം വിശ്വസിക്കുന്നതെന്നും തടസ്സം പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളൊരു കാര്യം കാണേണ്ടത്, നമ്മൾ സമൂഹ മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ, മാർക്സിയൻ ദർശനം ജനങ്ങളെ പഠിപ്പിക്കാൻ, അതിന് ജനങ്ങളെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ, എൻ്റെ മകനെ അങ്ങനെയാക്കി മാറ്റാൻ കഴിയുന്നില്ല, പിന്നെ ഞാനെന്തിനാ സമൂഹത്തിൽ പിന്നെ ആരെയാ പഠിപ്പിക്കുക? എൻ്റെ മകനെ പഠിപ്പിക്കാനൊക്കെ പിന്നെ ആരെയാ പഠിപ്പിക്കുക? അപ്പോൾ എനിക്ക് തീർത്തും പറയാൻ കഴിയും, എൻ്റെ മക്കളാരും അങ്ങനെയല്ല. ഈ കമ്മ്യൂണിസ്റ്റ് ജീവിത രീതിക്കനുസരിച്ച് തന്നെ അവർ ജീവിക്കുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് എന്നെന്നും ജീവിക്കും. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കും, കമ്മ്യൂണിസ്റ്റ് ജീവിത രീതികൾ എല്ലാം തന്നെ ഞാൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി തന്നെയാണ് ഞാൻ ജീവിക്കുക. നമുക്കെതിരെ തളിപ്പറമ്പ് മണ്ഡലത്തിൽ നല്ല രീതിയിൽ വികസനമൊക്കെ കൊണ്ടുവന്നിട്ട് മുന്നേറാൻ പറ്റുന്നൊരു ആത്മവിശ്വാസം മാഷിനില്ലേ? തീർച്ചയായിട്ടും തളിപ്പറമ്പിലെ വികസനത്തിൻ്റെ അടിമുടി മാറ്റം വരുത്തും ഞാൻ. കാരണം എന്താ വെച്ചാൽ തളിപ്പറമ്പിലെ വികസനം ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ കേന്ദ്രീകരിക്കാതിട്ടുള്ളത്, ചില പ്രത്യേക കോക്കസുകളാൽ തീരുമാനിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാനത് മാറ്റും. അത് മാറ്റിയിട്ട് തളിപ്പറമ്പിലെ ജനങ്ങൾ തീരുമാനിക്കുന്ന വികസനം, മണ്ഡലത്തെ ആകെ കണ്ടുകൊണ്ട് തളിപ്പറമ്പിലെ ജനങ്ങൾ എന്ന് പറയുമ്പം രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്, തദ്ദേശ സ്വയംഭരണ ഭാരവാഹികളുണ്ട്, പൊതുസമൂഹത്തിലുള്ള ആളുകളുണ്ട്. അത്തരം ആളുകളൊക്കെ ആയിട്ട് ആലോചിച്ച് ആണ് തളിപ്പറമ്പിലെ വികസന പ്രവർത്തനത്തിന് ഞാൻ രൂപം കൊടുക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്യുക. എന്തായാലും ഇത്രയും സമയം മാഷ് നമ്മളോട് സംസാരിച്ചു. എന്തായാലും ഈ നാട്ടിലെ എല്ലാവരും ഒരു വലിയൊരു ആഘോഷത്തിലാണ് ഈ ജയിച്ചതിൻ്റെ ഈ പിന്നിൽ. അതുപോലെ തന്നെ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലെ എല്ലാ ജനങ്ങളും ഒരുപാട് സന്തോഷത്തിൽ തന്നെയാണ്. എന്തായാലും വലിയൊരു വിജയമാണ് ഗോവിന്ദൻ മാഷ് നേടിയിരുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് കാണാൻ സാധിക്കുന്നതാണ്. ക്യാമറ പേഴ്സൺ ജിതിനൊപ്പം അതുൽ ബ്ലാത്തൂർ, ഏജനറ്റ്.